പേഴ്സണലി ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോസ് ഉണ്ടാവുന്നു. ഗോയിങ് വിത്ത് ദ ഫ്ലോ തന്നെയായിരുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ തീരുമാനിക്കുന്നു. അതിൽ കഥയിൽ ഇങ്ങനെ വിനീതേട്ടൻ വരുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണ പോലെ. പക്ഷെ അത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് നമ്മൾ ഇവരിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിനാരിയോ. അത് നമ്മൾ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ തന്നെയാണ്. നമുക്ക് വേറെ ആരെയും ആലോചിക്കേണ്ട, അതിനെക്കുറിച്ച് കൂടുതൽ. നമുക്കിങ്ങനെ ഒരാളുണ്ടല്ലോ, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന, നമുക്ക് എപ്പോൾ വിളിച്ചാലും സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ എപ്പോഴും ഉള്ളപ്പോൾ അവരോടായിരിക്കുമല്ലോ നമ്മൾ ആദ്യം അപ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ലൈക്ക് ആ ഒരു വൈബും എനർജി അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ സിനിമകൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് റിസൾട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ച് ഭയങ്കര സന്തോഷിച്ച് അങ്ങനെ ചെയ്യുന്ന സിനിമകളൊക്കെ എപ്പോഴും നന്നായിട്ട് വന്നിട്ടേ ഉള്ളൂ. അതെപ്പോഴും അതിൻ്റെ റിസൾട്ടിൽ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തിങ് നമ്മൾ അവരെ തന്നെ വിളിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ ഗുരുവായ വിനീതേട്ടനെ തന്നെ കാസ്റ്റ് ചെയ്യണം, എൻ്റെ സുഹൃത്തായ ടൊവിനോവിനെ തന്നെ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അതിനുള്ള എല്ലാ അനുഗ്രഹവും അല്ലേ, അങ്ങനെയില്ല. അത് നമ്മൾ ആ ഗോയിങ് വിത്ത് ദ ഫ്ലോ തന്നെയായിരുന്നു. പക്ഷേ ഇവൻച്വലി ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മൾ അങ്ങനെ ഗുഡ് ഇൻറ്റൻഷനോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം വരുമല്ലോ. അപ്പോൾ അത് വിൽ ഹാപ്പൺ. വാട്ട് എവർ വി ഡു അത് ഭയങ്കര ജെന്യുവനായിട്ടും ഓണസ്റ്റ് ആയിട്ടും നമ്മൾ അതിനോട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല സിനാരിയോസ് ഉണ്ടാവും ഫോർ ഷുവർ. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ വിനീതേട്ടൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വിനീതേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഇപ്പം എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വിനീതേട്ടൻ ഒരു ശമ്പളത്തിൻ്റെ ആദ്യത്തെ അഡ്വാൻസ് പോയപ്പോൾ വിനീതേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയപ്പോൾ വിനീതേട്ടൻ ഭയങ്കര ഇമോഷണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ലൈക്ക് വാട്സാപ്പിൽ, ലൈക്ക് ഫുൾ സർക്കിൾ മൊമെൻ്റ് ആയിപ്പോയി, ഞാൻ വെരി ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ലൈക്ക് വിനീതേട്ടൻ അങ്ങനൊരു അപ്പോഴെനിക്കും അത് ഭയങ്കര ഒരു റിയലൈസേഷൻ മൊമെൻ്റ് ആയിരുന്നു. ലൈക്ക് ഞാൻ അവിടെ തുടങ്ങി, ഇപ്പോൾ ഇങ്ങനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിനീതേട്ടന് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിനാരിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒന്നും പ്ലാൻഡോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തോ അങ്ങനെയൊന്നുമല്ല. എല്ലാം അങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോയിൽ സംഭവിക്കുന്നു. പക്ഷേ അതൊക്കെ വെരി ഗ്രേറ്റ്ഫുൾ അബൌട്ട് വാട്ട് എവർ ഹാപ്പണിങ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇനിയും അങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റട്ടെ.